അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമളാൻ, ഈദുൽ ഫിത്തർ ഒക്കെ കഴിഞ്ഞ് നമ്മളൊക്കെ ഈമാനികമായ ചൈതന്യം നേടിയെടുത്ത് വളരെ സന്തോഷത്തോടെ കുടുംബ ബന്ധമൊക്കെ ചേർത്ത് പെരുന്നാൾ ആഘോഷം കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ റൂട്ടിലേക്ക് തിരിഞ്ഞു. ഓരോരുത്തരുടെയും ജോലിയും കാര്യങ്ങളും മറ്റുമൊക്കെ റമളാനിലുള്ള ടൈം ടേബിളൊക്കെ സ്വാഭാവികമായും റമളാനിന് ശേഷം മാറും. എന്നാൽ നന്മ ചെയ്യുന്ന കാര്യത്തിൽ നമുക്കെന്തെങ്കിലുമൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ? അല്ലാഹു തആല പരിശുദ്ധ റമളാനിനെ ഫറളാക്കിക്കൊണ്ട് ഖുർആനിൽ ഒരു ആയത്തിറക്കിയിരുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മുൻഗാമികൾക്ക് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കി. എന്തിനു വേണ്ടി? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി, നിങ്ങൾ ആത്മീയമായ ചൈതന്യമുള്ളവരാകാൻ വേണ്ടി. നമ്മൾ റമളാൻ കഴിഞ്ഞപ്പോൾ അത്തരത്തിലൊരു ചൈതന്യത്തിലേക്ക് മടങ്ങിയിട്ടുണ്ടോ? അള്ളാഹു പറഞ്ഞ തഖ്വയുള്ളവരുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെട്ടോ? അൽഹംദുലില്ലാ, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നാം വിജയികളാണ്. അത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്നത്? മഹാന്മാരായിരിക്കുന്ന സലഫു സാലിഹ്യങ്ങൾ എഴുതി വെച്ചത് കാണാം. അൽ ഹസനതു ബഅദൽ ഹസനതി അലാമതു ഖബൂലിൽ ഹസന. ഒരു നന്മ ചെയ്തതിന് ശേഷം വീണ്ടും നന്മകൾ ചെയ്യാനുള്ള ഒരു ആവേശം മനസ്സിലുണ്ടാകുന്നത് ചെയ്ത നന്മ സ്വീകരിക്കപ്പെട്ടു എന്നതിലേക്കുള്ള സൂചനയാണ്. മഹാനായിരിക്കുന്ന ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ തൻ്റെ ലത്വായിഫുൽ മആരിഫിൻ്റെ പേജ് 221 വ്യക്തമാക്കുന്നത് കാണാം. അലാമത്തു ഖബൂലി ത്വാഅത്തി അൻ തൂസ്വല ബി താഅത്തിൻ ബഅദഹ. ആരാധന സ്വീകരിക്കപ്പെട്ടു എന്നതിൻ്റെ അടയാളമാണ് അതിനുശേഷം വീണ്ടും ആരാധനകളെ കൊണ്ടുവരുന്നത്. വ അലാമത്തു റദ്ദിഹ അൻ തൂസ്വല ബി മഅസിയത്തിൻ. നമ്മൾ ചെയ്തതൊന്നും സ്വീകാര്യോഗ്യമായിരുന്നില്ല എന്നതിൻ്റെ സൂചനയാണ് നമ്മളൊരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞ ഉടനെ തന്നെ ദോഷങ്ങളിലേക്ക് യാതൊരു മനപ്രയാസമില്ലാതെ പോകാൻ കഴിയുന്നത്. وإن معاودة الصيام بعد صيام رمضان علامة على قبول صوم رمضان. റമളാനിന് ശേഷം വീണ്ടും 6 നോമ്പ് നോക്കാൻ നമുക്കൊരു ആവേശം തോന്നുന്നുണ്ട്. അത് റമളാൻ സ്വീകാര്യമായിരുന്നു എന്നതിൻ്റെ സൂചനയാണ്. فإن الله إذا تقبل عمل عبد. അല്ലാഹു തആല ഒരു അടിമയുടെ ആരാധന സ്വീകരിച്ചു കഴിഞ്ഞാൽ വഫഖഹു ലിഅമലിൻ സാലിഹിൻ ബഅദഹു, അവന് അല്ലാഹു തആല ശേഷം വീണ്ടും നന്മ ചെയ്യാൻ തൗഫീഖ് നൽകും. നമ്മൾ റമളാനിൽ ആത്മാർത്ഥമായിട്ടാണ് അള്ളാഹുവിനോട് തേടിയത്, തഖ്വയോട് കൂടിയാണ് കാര്യങ്ങൾ ചെയ്തത് എങ്കിൽ അല്ലാഹു തആല നമുക്ക് വീണ്ടും നന്മകൾ ചെയ്യാൻ തൗഫീഖ് നൽകും, തഖ്വയുള്ളവരാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ സ്വീകരിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. എല്ലാവരും സ്വയം ചോദിക്കേണ്ട